ശ്രീലങ്കയിൽ നിന്ന് രാംലല്ലയ്ക്ക് സന്ദർശകർ. രാംലല്ലയെ ഒരു നോക്ക് കണ്ട് സായുജ്യമടയാൻ ശ്രീലങ്കൻ MP നമൽ രാജപക്സെയും രാമക്ഷേത്രത്തിലെത്തി. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ദർശനം നടത്തിയതിനു പിന്നാലെ അനുഗ്രഹീതരായി എന്ന് ഇരുവരും പറഞ്ഞു. ഭാരതത്തിൽ നിന്ന് മാത്രമല്ല വിദേശത്ത് നിന്നുവരെ അയോധ്യയിലേക്ക് ഭക്തജനങ്ങൾ രാംലല്ലയെ കാണാൻ ഒഴുകിയെത്തുകയാണ്. രാംലല്ലയെ ദർശിക്കാനായത് ഭാഗ്യമാണ് എന്നായിരുന്നു MP-യുടെ വാക്കുകൾ. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പഴയ പ്രതാപം വീണ്ടെടുത്തു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാമജന്മഭൂമിയിൽ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമുക്കറിയാം, രാമായണവുമായി ഏറെ ബന്ധമുള്ള ശ്രീലങ്കയിൽ നിന്ന് എത്താൻ കഴിഞ്ഞതിനാലും ബുദ്ധമത സംസ്കാരവുമായി ഇഴയെടുപ്പമുള്ള സമൂഹത്തിൽ വളർന്നതിനാലും അയോധ്യ സന്ദർശനം എന്തായാലും അവർക്ക് നൽകുക വളരെയധികം സന്തോഷമായ ഒരു അനുഭവമായിരിക്കും. രാമക്ഷേത്രം ഉയർന്നതിൽ നേരിട്ട് ഇടപെട്ട പ്രധാനമന്ത്രി തന്നെ ക്ഷേത്രം ജനങ്ങൾക്കായി സമർപ്പിച്ചതും സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ശ്രീരാമന്റെ ജന്മസ്ഥലം നൂറ്റാണ്ടുകൾക്കിപ്പുറം അതിന്റെ പ്രതാപം വീണ്ടെടുത്തു. എന്നെപ്പോലെ തന്നെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് രാമക്ഷേത്രത്തിലെത്താൻ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീലങ്കയിൽ രാമായണത്തിന് ചരിത്രപരമായ പ്രസക്തിയുള്ള ഏതാനും പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട്. സീതയെ രാവണൻ ബന്ദിയാക്കിയ അവസാന സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന സീത ഏലിയയിലാണ് സീത അമ്മൻ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചില ചരിത്രങ്ങൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ശ്രദ്ധേയമാണ്. റാംബോഡയിലെ അതിമനോഹരമായ പർവ്വതങ്ങളിൽ ഒന്നാണ് ശ്രീ ഭക്ത ഹനുമാൻ ക്ഷേത്രം. ശ്രീലങ്കയിലെ പ്രധാന ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ഒന്ന്. രാമൻ തന്റെ സൈന്യത്തെ ശേഖരിച്ച പ്രദേശമാണ് റാംബോഡ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരുപക്ഷെ പിന്നീടുള്ള കഥകൾ കൂടുതൽ രസകരമാണ്. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ടൂറിസം വ്യവസായം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന പദ്ധതിയിൽ ശ്രീലങ്കൻ സർക്കാർ രാജ്യത്തെ ക്ഷേത്രങ്ങളെയും ഹിന്ദു ഇതിഹാസവുമായി ബന്ധപ്പെട്ട ഗുഹകളെയും ബന്ധിപ്പിക്കുന്ന രാമായണ ടൂറിസം പദ്ധതിയും ആരംഭിച്ചിരുന്നു. രണ്ട് അയൽ രാജ്യങ്ങളായ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം 2 സഹസ്രാബ്ദത്തിലേറെ പഴക്കമുള്ളതാണ്. രാമായണവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളും കഥകളും ശ്രീലങ്കയിൽ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. ഈ കഥകളും ഗ്രന്ഥങ്ങളും ഇന്ത്യയിലുടനീളമുള്ള വൈവിധ്യമാർന്ന സാംസ്കാരിക, പ്രാദേശിക, ഹൈന്ദവ പാരമ്പര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇപ്പോൾ വലിയ തോതിൽ ഉയർന്നുവരുന്ന സാംസ്കാരിക നയതന്ത്ര മേഖലയിലെ പൊതുവായ താൽപര്യം കണ്ടെത്തുക എന്നതാണ്. ആത്യന്തികമായി അയൽപക്ക ബന്ധങ്ങളെ രൂപപ്പെടുത്തുന്ന ക്രിയാത്മക സഹകരണത്തെ സഹായിക്കുന്നതിന് മൃദുശക്തി ഉപയോഗിക്കുന്നതിൽ ഇന്ത്യയും ശ്രീലങ്കയും വൈദഗ്ധ്യമുള്ളവരാണ്. സാംസ്കാരിക നയതന്ത്രത്തിന് സമാനമായി രാഷ്ട്രീയം ഉൾപ്പെടുന്ന മൃദുശക്തിയിൽ ഇരു രാജ്യങ്ങളും കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. മൂല്യങ്ങളും സംസ്കാരവും വിദേശ നയവും ഇക്കാര്യത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര സന്ദർശനത്തിന് UP-യിലെ നിയമസഭാ സാമാജികർ ഇന്ന് യാത്ര തിരിക്കുകയാണ്. എന്നാൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ക്ഷണം നിരസിച്ചു. ശ്രീരാമൻ വിളിച്ചാൽ മാത്രമേ ഞങ്ങൾ പോകൂ എന്ന പരിഹാസ മറുപടിയാണ് സ്പീക്കറുടെ ക്ഷണത്തിന് അഖിലേഷ് നൽകിയത്. ക്യാബിനറ്റ് മന്ത്രിമാരെയും നിയമസഭാ സാമാജികരെയും വഹിച്ചുകൊണ്ടുള്ള 10 ലക്ഷറി ബസ്സുകൾ രാവിലെ 8 മുതൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. ഗതാഗത സഹമന്ത്രി ദയാശങ്കർ സിംഗിന്റെ സന്ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് നിയമസഭയുടെ ഇരുസഭകളിലെയും നിരവധി അംഗങ്ങൾ അയോധ്യയിലെ രാമക്ഷേത്രം ഒരുമിച്ച് സന്ദർശിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. SP നേതാക്കൾ ഒഴികെ മിക്ക നിയമസഭാംഗങ്ങളും അയോധ്യയിലേക്ക് പോകാൻ സമ്മതം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.